സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാനിവിടെ ഈ സജീർ പുളിക്കൽ എന്ന് പറയുന്ന കക്ഷിയുടെ ഒരു വീഡിയോ കാണാനിടയായി. രസകരമായ സംഭവം എന്തെന്നാൽ, ഈ വീഡിയോ ഇവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് 7 മണിക്കൂറേ ആയിട്ടുള്ളൂ. 909 ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു. അതേപോലെ തന്നെ 49 പേര് ഇതിനെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഇദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുകയാണ് ലിയാഖത്തിന് വേണ്ടിയിട്ട്. ടൈറ്റിൽ ഇങ്ങനെയാണ്: മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം ഇനി മറുപടി നൽകേണ്ടത് ലിയാഖത്താണ്, എവിഡൻസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാട് കമന്റ് അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾ സൈബർ ബുള്ളിയിങ് എന്നും അതേപോലെ തന്നെ സൈബർ അറ്റാക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതേപോലെ തന്നെ ഒരു പുതിയ സിസ്റ്റമാണ് ഈ കമന്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മലപ്പുറം കത്തി ലിയാഖത്തിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ 100 കണക്കിന് കമന്റ് തൊഴിലാളികളുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് പോയിട്ട് ഈ പറഞ്ഞ മലപ്പുറം കത്തി ഈ വീഡിയോയുടെ ലിങ്ക് കൊണ്ടുപോയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള സൈബർ തൊഴിലാളികളോട് പറയും, നിങ്ങൾ പോയിട്ട് സജീർ പുളിക്കലിനൊന്ന് മറുപടി പറയുക ഈ ലിങ്കിൽ കയറിയിട്ട് എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് കമന്റ് തൊഴിലാളികൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് തേനീച്ച വരുന്നത് പോലെ വന്ന് ഈ വീഡിയോ മുതലാളിയെ അറ്റാക്ക് ചെയ്യും. ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വെറും 7 മണിക്കൂർ മുൻപാണ്. 914 ആൾക്കാർ കണ്ടു കഴിഞ്ഞു. 49 ആൾക്കാർ ഇതിനെ ലൈക്കും ചെയ്തു. ഇവിടെ 95 കമന്റ് ഉണ്ട്. ഈ 95 കമന്റിൽ 90ഉം കമന്റ് തൊഴിലാളികളാണ്. അതിൽ ആദ്യത്തെ കമന്റ് ഇത് ലൈക്ക് അടിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കമന്റ് പറയുന്നത്, ഇയാൾ പറയുന്നത് എന്താണെന്ന് ഇയാൾക്ക് പോലും അറിയില്ല, ഇയാളോട് നമ്മൾ ക്ഷമിക്കുക. ഇത് ഒരു കമന്റ് തൊഴിലാളിയാണ്. അപ്പോൾ 2 കമന്റ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. മൂന്നാമത്തെ കമന്റുകാരൻ പറഞ്ഞതാണ്, ഈ കമന്റ് തൊഴിലാളി ആണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാണ് ഇവിടെ ഞാൻ ഇത് കാണിക്കുന്നത്. മൂന്നാമത്തെ കമന്റ് തൊഴിലാളി പറയുന്നത്, സ്വയം കണ്ണടച്ചാൽ തനിക്ക് മാത്രമല്ലേ ഇരുട്ടാകൂ. അതല്ലേ ഷജീറെ ഈ കമന്റ് ബോക്സ് തെളിയിക്കുന്നത്. കണ്ടില്ലേ എന്താണ് കമന്റ് ബോക്സ് തെളിയിക്കുന്നത്? മൊത്തം 2 കമന്റേ വന്നിട്ടുള്ളൂ. ഒന്നാമത്തെ കമന്റ് പോസിറ്റീവാണ്, രണ്ടാമത്തത് നെഗറ്റീവാണ്. ഈ മൂപ്പര് ഈ പറഞ്ഞിട്ടുള്ള ഷജീർ വേർഡ് ഫോർമാറ്റിനകത്ത് കുറേ കമന്റുകൾ ഇവർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് കോപ്പി അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾ എന്ത് വിചാരിച്ചെന്നറിയാമോ? ഷജീറിന് ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹം ആ കമന്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം പേസ്റ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. സ്വയം കണ്ണടച്ചാൽ തനിക്ക് മാത്രമല്ലേ ഇരുട്ടാകൂ, അതല്ലേ ഷജീറെ ഈ കമന്റ് ബോക്സ് തെളിയിക്കുന്നത്. പുള്ളി വിചാരിച്ചത് ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട് എന്ന് ഉദ്ദേശിച്ചിട്ട് മൂപ്പര് ഒരു കമന്റ് കോപ്പി അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കമന്റും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ കൂടുതലൊന്നുമില്ല, റീഡ് മോർ എന്ന് കാണിക്കുന്നത് ഒന്നുമില്ല. കണ്ടില്ലേ, ഇത് കമന്റ് തൊഴിലാളികളുടെ കമന്റ് ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള ടോട്ടൽ വന്നിട്ടുള്ള 95 കമന്റിൽ 90 കമന്റും ഇതേപോലെ തന്നെ കമന്റ് തൊഴിലാളികളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലധികവും ഫേക്ക് ഐ ഡി ആണ് വന്നിട്ടുള്ളത്. ഈ ഫേക്ക് ഐ ഡികളെ എല്ലാം സോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഞാനൊരു പേജിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ സൂക്ഷിച്ചു വെക്കുക. ഈ കമന്റ് തൊഴിലാളികളായിരിക്കും നിങ്ങളുടെ വീഡിയോയ്ക്കും വന്നിട്ട് കമന്റ് ഇടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ കമന്റുകളൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷജീർ ഇതൊക്കെ വായിച്ചിട്ട് ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവരൊന്നും മറുപടി അർഹിക്കുന്നവരല്ല. കാരണം ഖുർആനിൽ അല്ലാഹ് പറയുന്നത്, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. നിങ്ങളോടൊരു ജാഹിൽ മുട്ടാൻ വന്നു കഴിഞ്ഞാൽ, തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സലാം പറഞ്ഞ് പിരിയണം, അവർക്ക് ശാന്തി നേരണം. അല്ലാതെ അവരോട് നിങ്ങൾ തർക്കിക്കാൻ പോകരുത്. തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ റെയിൽ ട്രാക്ക് എന്ന് കണ്ടിട്ടുണ്ടോ? അത് ഒരിക്കലും കൂട്ടിമുട്ടില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ സംസാരം ഒരിക്കലും അവസാനിക്കില്ല. അവരിങ്ങനെ തർക്കത്തിന്റെ മുകളിൽ തർക്കം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ നിങ്ങൾക്ക് അവരെ തർക്കിച്ച് ജയിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് അവർ ഉൾക്കൊള്ളുകയുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെ ജാഹിലീങ്ങളാക്കി കണക്കാക്കിക്കൊണ്ട് വിടുകയാണ് നല്ലത്. ഇതാ ഇവിടെ ഒരു മുസ്ലിം പേരുള്ള ഒരു ഫേക്ക് ഐ ഡി ഉണ്ട്. ഇദ്ദേഹം ഞാൻ മുസ്ലിമാണോ ഫേക്ക് ഐ ഡി ആണോ ശരിയായ ഐ ഡി ആണോ എന്ന് അറിയില്ല. ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആ ഖുറൈശികളുടെ കാലഘട്ടം ചരിത്രത്തിലെ ഏറ്റവും മഹത്തരമായിരുന്നു. എങ്ങനെയുണ്ട്? ഭയങ്കര മഹത്തരം തന്നെയാണ്. കാരണം പെൺകുട്ടികൾ ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടുക, പിന്നെ കൊലപാതകം, ആരെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ
മറ്റേ ഗോത്രത്തിലുള്ള ആളുകളെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യുക, മദ്യം, മദിരാക്ഷി, ഇതൊക്കെ തന്നെയായിരുന്നു അവിടുത്തെ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ട് ഉദ്ഘോഷിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവർക്കുള്ള വിവരങ്ങൾ. ആ വിവരദോഷികളോട് മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. വിവരമില്ല എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഇവരുടെ രസകരമായ സംഭവം എന്തെന്നാൽ, ഫേക്ക് ഐ ഡി വന്ന് ഇദ്ദേഹത്തിന്റെ കമന്റ് തൊഴിലാളികൾ വന്ന് ഒരു കമന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അതിൽ 2, 3, 4 ലൈക്കൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു പോസിറ്റീവ് കമന്റ് ഉണ്ട്. അടുത്തത് പറയുന്നത് ഇയാൾക്ക് വട്ടാണ് ഇയാൾ എന്ന് തിരിച്ചറിയും. ഇതാണ് ചോദിക്കുന്നത്. ഈ പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇയാൾക്ക് വട്ട്? ഈ ദീപ്തി 7997 എന്താണ് ഇയാളുടെ വട്ട് എന്ന് വ്യക്തമാക്കണമല്ലോ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് സൗണ്ട് കുറവ്. അതിന് ഷജീർ മറുപടി പറയുന്നുണ്ട്, അത് ശരിയായിക്കോളുമെന്നാണ് പറയുന്നത്. എഡിറ്റിംഗ് ചെയ്ത സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നമാണ്, എഡിറ്റിംഗ് സമയത്ത് ശ്രദ്ധിച്ചതാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു കമന്റ്. ഇതൊരു രസകരമായ കമന്റാണ്. ഇത് ഇദ്ദേഹത്തിന്റെ ലിയാഖത്തിന്റെ ആളാണെന്ന് കൃത്യമായിട്ട് അറിയാം. എന്തെന്നാൽ ഇതിൽ പറയുന്ന യു സ്റ്റിൽ ഹാവ് ടൈം ടു ഡിലീറ്റ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഡിലീറ്റ് ആക്കി പോവല്ലേ ഷജീറെ എന്ന് ഇന്നലെ ലിയാഖത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടു വന്നിട്ടാണ് മൂപ്പർ ഇവിടെ കാച്ചിട്ടുള്ളത്. എന്ത് യു സ്റ്റിൽ ഹാവ് ടൈം ടു ഡിലീറ്റ് ദിസ് വീഡിയോ. പറഞ്ഞു വരുന്നത് നിങ്ങളെ വീഡിയോക്ക് ഒരു വിലയില്ല, ഒരു മോശപ്പെട്ട സാധനമാണ്, ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയൂ എന്നാണ് ഇദ്ദേഹം ഇവിടെ നിർദ്ദേശിക്കുന്നത്. അതിനിവിടെ ഷജീർ മറുപടി പറയുന്നുണ്ട്, മറുപടി ഉണ്ടെങ്കിൽ പറയൂ ബ്രോ, എന്നിട്ട് ആലോചിക്കാൻ ഡിലീറ്റ് ചെയ്യുന്നതിനെ പറ്റി. ഇവർക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്ന് ഷജീർ മനസ്സിലാക്കേണ്ടതാണ്. ഈ ലോകത്ത് ആകെയുള്ള 8 ബില്യൺ ജനങ്ങളിൽ 2 ബില്യൺ ഉള്ള മുസ്ലിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. കൃത്യമായിട്ടും ചിന്തിക്കേണ്ടതാണ്. കാരണം അള്ളാഹ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ എക്സ്ക്ലൂസീവായി സൃഷ്ടിച്ചിരിക്കുകയാണ്. അവർക്ക് അള്ളാഹു എല്ലാ സുഖവും സൗകര്യങ്ങളും കൊടുത്തു. അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കാഫര്യങ്ങളെയും സൃഷ്ടിച്ചു. ആ കാഫര്യങ്ങൾ അവര് ചന്ദ്രനിൽ പോകുന്നു, അവർ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്നു, അവർ എല്ലാ ടെക്നോളജിയും കണ്ടുപിടിക്കുന്നു, ഫോൺ കണ്ടുപിടിക്കുന്നു, ടെലിവിഷൻ കണ്ടുപിടിക്കുന്നു, കാറുകൾ കണ്ടുപിടിക്കുന്നു. അതൊക്കെ മുസ്ലിങ്ങളും ആഘോഷിക്കുന്നു. മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടുപിടിച്ച് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സഖാവയെ ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള മതസ്ഥരെ അള്ളാഹ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഇതൊന്നും കണ്ടുപിടിക്കുന്ന നിർബന്ധമൊന്നുമില്ല. പണ്ട് ഒരു സ്ത്രീ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേര് മറന്നുപോയി, ഒരു ടീച്ചർ. അവർ പറയുകയാണ്, ഏതെങ്കിലും ഒരു മുസ്ലിങ്ങൾ തീപ്പെട്ടിക്കൊള്ളി കണ്ടുപിടിച്ചിട്ടുണ്ടോ? കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി തീപ്പെട്ടിയും തീയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കാഫര്യങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ കണ്ടുപിടിക്കും, മുസ്ലിങ്ങൾ അതിനെ എൻജോയ് ചെയ്യും. അടുത്തതായിട്ട് ഇന്ത്യ കേരള സംസ്കാരം, മുസ്ലിം ഈദ്, താങ്കളുടെ ഡ്രസ്സ്, മീശ എക്സിട്ര. താങ്കൾ എന്റെ മറ്റു പോയിന്റുകൾക്ക് ഒന്നും പരാമർശിച്ചില്ല. ആരാണ് നബി പഠിപ്പിച്ചതുപോലെയുള്ളത്? APEK, സുന്നി മുജാഹിദ്, ജിന്ന മുജാഹിദ്, ജമാഅത്ത് തബ്ലീഗ്, ഷാഫി, ഹനഫി, ഹംബലി, ISIS, താലിബാൻ. ഇവിടെ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായി പലതും പരസ്പരം പറയുമ്പോഴാണ് നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾക്ക് എന്താണ് ഇസ്ലാമിന്റെ ശരിയായിട്ടുള്ള വഴിയും വീക്ഷണവും എന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഗ്രൂപ്പുകളൊക്കെ വേണം. ആ ഗ്രൂപ്പുകൾ പരസ്പരം, ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പുമായിട്ട് ഷണ്ട കൂടുന്ന സമയത്ത് നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾക്ക് സത്യം മനസ്സിലാക്കാനും അവർ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാനും അവർക്കത് കാരണമാകുന്നു. ഇതാ ഇവിടെ ഷജീർ പിന്നെ പറയുന്നു, ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കൃത്യമായി വസ്ത്രമര്യാദ പഠിപ്പിക്കുന്നുണ്ട്, അതിൽ നിന്നാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത്. ഇതൊന്നും മറുപടി അർഹിക്കുന്നില്ല ഷജീർ, നിങ്ങളത് മനസ്സിലാക്കുക. അടുത്ത ഫേക്ക് ID പറയുന്നത് ആ ലിയാഖത്തിന് പറഞ്ഞാൽ മതി, ബാസിലിനേക്കാൾ കേമനാണെന്ന് പറഞ്ഞു. അത് കേട്ടു, പിന്നെ ഒന്നും നോക്കിയില്ല. ഇങ്ങനെ വന്ന് ഈ പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ ഇതൊക്കെ വായിച്ച് ഇതിന് മറുപടി അർഹിക്കുന്നില്ല. പിന്നെ മോനെ ഇജ്ജ് എങ്ങനെയെങ്കിലും ജീവിച്ചോ, ആർക്കും ഒരു കുഴപ്പവുമില്ല, ഇജ്ജിനെ ജയിച്ചു, ലിയാഖത്ത് തോറ്റു. ഇതൊരു അവസാനത്തെ ഒരു ഐഡിയയാണ് അവരുടെ. പ്രവാചകൻ ജീവിച്ച പോലെ ഈ നൂറ്റാണ്ടിൽ ജീവിതം സാധ്യമാണോ? എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചത്? എന്താണ് പ്രവാചകന്റെ ചര്യ? അതിന്റെ ABCD അറിയില്ല. പേര് ഹാരിസ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്, അതും ഒരു ഫേക്ക് ID തന്നെയാണ്. അതിനും ഇദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അനുധാവനം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രവാചക അധ്യാപനം പറയൂ. അവർക്കറിയാം ഇതൊക്കെ സത്യമാണെന്നുള്ളത്. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഇസ്ലാമിനെ കരുതേച്ച് കാണിക്കണ്ടേ? ഷജീറെ, ഇജ്ജ് പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുകയാണോ? എന്തൊക്കെയോ പറയുന്നുണ്ട് ഷജീറെ. ഒരുപാട് പ്രതീക്ഷിച്ചു വീഡിയോ കണ്ട ഞാൻ
എനിക്കിത് വായിക്കാൻ അറിയില്ല, ഇതിനെ മംഗ്ലീഷ് എന്നാ പറയാ, ഒന്നുകിൽ ഇംഗ്ലീഷിൽ എഴുതുക അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുക. പിന്നീട് ഇവിടെ വന്നിട്ടുള്ള ഒരുവിധം കമന്റുകളും ഒക്കെയും തന്നെ ഒന്ന് മറ്റൊന്നിനോട് യോജിച്ചു നിൽക്കുന്ന രീതിയിലുള്ളതാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ളതൊക്കെ ഈ കമന്റ് തൊഴിലാളികളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവിടെ വന്നിട്ടുള്ള കമന്റുകളിൽ അധികവും നെഗറ്റീവ് കമന്റാണ്. എന്നാൽ ഇവിടെ രസകരമായ ഒരു സംഭവം ഞാൻ നോട്ട് ചെയ്തത് കണ്ടില്ലേ, 49 പേര് ഇവിടെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലൈക്ക് ചെയ്തവരോട് എനിക്കുള്ള റിക്വസ്റ്റ് എന്തെന്നാൽ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ കമന്റിൽ വന്നു കഴിഞ്ഞുകൊണ്ട് വെൽ സെഡ് എന്നോ ഗുഡ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ഒരു തംസപ്പോ നിങ്ങൾ ഇടണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള ഈ കമന്റ് തൊഴിലാളികളുടെ ഷറിൽ നിന്നും അവരുടെ അറ്റാക്കിൽ നിന്നും വീഡിയോ ഉണ്ടാക്കുന്നവർ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കമന്റ് തൊഴിലാളികൾ നജ്മു, ഈ പറഞ്ഞിട്ടുള്ള കമന്റ് തൊഴിലാളികളുടെ എല്ലാവരുടെയും ഞാൻ ID ഒരു പേജിൽ ക്രോഡീകരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ സൂക്ഷിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റിന്റെ താഴെ ഇവർ വീണ്ടും വീണ്ടും വരുന്നത് കാണാം. ഇതൊക്കെ നമ്മുടെ മലപ്പുറം കത്തിയുടെ പെയ്ഡ് കമന്റേറ്റേഴ്സ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. So that's all. Thank you for watching. Bye bye.